നമസ്കാരം. പ്രധാന വാർത്തകൾ. KPCC രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കും, അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും. അംഗങ്ങളുടെ എണ്ണം 10 കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ ജംബോ കമ്മിറ്റി ഒഴിവാക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് തൽക്കാലം പരിഗണിക്കില്ല. KPCC നേതൃമാറ്റത്തിൽ ചർച്ച വേണ്ടെന്നാണ് ധാരണ. അതേസമയം വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ അഴിച്ചുപണി വരുമെന്നാണ് സൂചന. അതേസമയം നേതൃമാറ്റ ചർച്ചകൾ നിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പ്രസിഡന്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും വ്യക്തമാക്കി. പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്നും എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ മാത്രമെന്നും VD സതീശൻ പറഞ്ഞു. പാലക്കാട് മണ്ണാർക്കാട് ജിംനേഷ്യത്തിൽ വ്യായാമത്തിനിടെ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. വട്ടമ്പലം കടമ്പോട്ടുപാടത്ത് സന്തോഷ് കുമാറാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കോടതിപ്പടിയിലുള്ള ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. വാഹന ഇൻഷുറൻസ് കൺസൾട്ടന്റാണ് മരിച്ച സന്തോഷ് കുമാർ. ലഹരി ലഭിക്കാത്തതിൽ പരാക്രമം. മലപ്പുറത്ത് അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ച യുവാവ്. ചെനക്കൽ സ്വദേശി സൽമാനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. MDMAക്ക് അടിമയായിരുന്നു സൽമാൻ എന്നാണ് റിപ്പോർട്ട്. ലഹരി ലഭിക്കാതായതോടെ യുവാവ് വീട്ടിൽ പരാക്രമം കാണിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ അമ്മയുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശവാസികൾ ചേർന്ന് ആദ്യ യുവാവിനെ പിടിച്ചുമാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ എന്തിനാണ് ഉമ്മയെ മർദ്ദിച്ചത് എന്ന ചോദ്യത്തിന് പരസ്പര ബന്ധമില്ലാതെയായിരുന്നു യുവാവ് പ്രതികരിച്ചത്. ഇയാളെ നിലവിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അഫാന്റെ അറസ്റ്റ് ഉടൻ. പ്രതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് വിവരം. അമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കടം നൽകിയവർ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നോ എന്ന് അന്വേഷിക്കാനും മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു. അതേസമയം അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി ഇന്നെടുക്കും. ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സംസാരിക്കുന്ന കാര്യത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ ഇന്ന് ഉച്ചയോടെ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമായിരിക്കും അഫാന്റെ മൊഴി രേഖപ്പെടുത്തുക. അധ്യക്ഷനെ മാറ്റുന്നത് ശരിയല്ല. K സുധാകരന് പിന്തുണയുമായി ഒരു വിഭാഗം നേതാക്കൾ. KPCC അധ്യക്ഷനെ മാറ്റുമെന്ന വാർത്തകൾക്കിടെ K സുധാകരന് പിന്തുണയുമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ. കഴിഞ്ഞ 3.5 വർഷമായി സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണെന്നാണ് ഇവരുടെ വാദം. KPCCയിലും DCCകളിലും അഴിച്ചുപണി നടക്കേണ്ടതിന് പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലോ പോരായ്മയുടെ പേരിലോ K സുധാകരൻ മാറേണ്ടതില്ല എന്ന വാദം ആദ്യമുയർത്തിയത് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരാണ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറെന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്നും കൂടുതൽ പേർ പിന്തുണയുമായി എത്തുമെന്നും പിന്നീട് തറപ്പിച്ചു പറഞ്ഞിരുന്നു.